നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാർ നാഴികയ്ക്ക് 40 വട്ടം വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വരെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിലെ ഒരു മന്ത്രിക്കെതിരെയും അഴിമതി ആരോപണം ഇന്ന് വരെ വന്നില്ല എന്നുള്ളത്. അഴിമതിക്കെതിരെ ഒരു നോട്ടീസ് പോലും ഇവർക്കെതിരെ വന്നിട്ടില്ല എന്നുള്ളത്. എന്നാൽ അതിനൊക്കെ കൃത്യമായ മറുപടിയായി മുഖ്യമന്ത്രിക്കുൾപ്പെടെ ED നോട്ടീസ് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷം ശക്തമല്ലെങ്കിൽ പല അഴിമതികളും മുങ്ങിപ്പോകും. അതുകൊണ്ടും അതൊക്കെ മറനീക്കി പുറത്തു വരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടും പലരും പലതും അറിയാതെ അടിഞ്ഞുകൂടി എന്നതിനപ്പുറം അഴിമതി മുക്ത ഭരണമാണ് പിണറായി സർക്കാർ കേരളത്തിൽ കാഴ്ചവെച്ചതെന്ന് ഒരാൾക്കും അഭിപ്രായമില്ല. മുഖ്യമന്ത്രിയുടെ പേരിൽ ഉണ്ടായിരുന്ന ലാവലിൻ കേസും മകൾ വീണ വിജയന്റെ പേരിൽ ഉണ്ടായിരുന്ന കേസും ഒക്കെ അധികാരവും പണവും ഒഴുക്കിയപ്പോൾ പലയിടത്തും മറയ്ക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. എന്ന് കരുതി ആ എല്ലാ കൈകളും ശുദ്ധമാണ് എന്ന് വാദിക്കുന്നത് നീതിയുക്തമല്ല. ഏറ്റവും ഒടുവിൽ ശബരിമല അട്ടിമറി കേസ് പോലും പുറത്തു വന്നപ്പോൾ പോലും ചെറിയ മീനുകളെ ഇട്ടുകൊടുത്ത് വലിയ സ്രാവുകൾ തടിയൂരി നിൽക്കുകയാണ്. ഒരു കേസിൽ ഉൾപ്പെടുന്നത് വരെ ഇടതുപക്ഷ സഹയാത്രികനെന്നും സഖാവെന്നും വിളിച്ചിരുന്നവരെ കേസിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ കുലംകുത്തി എന്ന് പറഞ്ഞ് പുറത്തു തള്ളി പ്രമുഖരൊക്കെ വലയിൽപ്പെടാതെ രക്ഷപ്പെട്ടു പോവുകയാണ്. എന്നാൽ അയ്യപ്പൻ തന്നെ കനിഞ്ഞനുഗ്രഹിച്ച് ശബരിമല കേസിൽ പെടാത്തവരെ അടുത്തതിൽ പെടുത്തിയിട്ടുണ്ട്. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് വന്നിരിക്കുന്നത്. 3 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നോട്ടീസ് നൽകിയത്. ശനിയാഴ്ചയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകി കഴിഞ്ഞു. ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി റിപ്പോർട്ട് നൽകിയിരുന്നു. മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമാണെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. 2019 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടിയാണ് കിഫ്ബി സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തോമസ് ഐസക്കിന് 2 തവണ നോട്ടീസ് നൽകിയിരുന്നു. കിഫ്ബി മസാല ബോണ്ട് വിവാദം വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ചൂട് അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ധനകാര്യ സുതാര്യതയിലും ഭരണ ഉത്തരവാദിത്വത്തിലും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നോട്ടീസ് അയച്ചത് അന്വേഷണത്തിന്റെ ഗൗരവം എത്രത്തോളം ഉയർന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് വിദേശ വിപണിയിൽ നിന്ന് പണം സമാഹരിക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളും നടപടിക്രമങ്ങളും നിർണായകമാണ്. എന്നാൽ കിഫ്ബി വഴി മസാല ബോണ്ടുകൾ ഇറക്കി സമാഹരിച്ച ഫണ്ടുകളുടെ ഉപയോഗത്തിൽ ഗുരുതര നിയമലംഘനങ്ങളും ധനകാര്യ ക്രയവിക്രയങ്ങളിലെ തകരാറും ഉണ്ടായതായി ED സൂചിപ്പിക്കുന്നതോടെ ഭരണകൂടത്തിന്റെ വിശ്വാസ്യത തന്നെ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. മസാല ബോണ്ട് വഴിയുള്ള സമാഹരണത്തിന്റെ കഥ പുതുമയുള്ള ഒന്നല്ല. എന്നാൽ അതിലൂടെ ലഭിച്ച ഫണ്ടുകൾ യഥാർത്ഥത്തിൽ ഏതു പദ്ധതികൾക്കും എന്ത് നടപടിക്രമം പാലിച്ചാണ് ഉപയോഗിച്ചത് എന്നതുള്ളതിലും വ്യക്തത ഇല്ലാതിരിക്കുക എന്നത് വലിയ പ്രശ്നം തന്നെയാണ്. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് സമാഹരിച്ച കോടികൾ നിർദ്ദിഷ്ട പദ്ധതികളിലേക്ക് ചെലവായെങ്കിൽ ഏത് രേഖകളാണ് അതിന്റെ തെളിവായി നിലനിൽക്കുന്നത്? ഇതിന് മറുപടി ലഭിക്കാത്തതും സർക്കാരിന്റെ പ്രസ്താവനകളിൽ പരസ്പര വിരുദ്ധതകൾ കാണപ്പെടുന്നതും ജനങ്ങളുടെ സംശയം കൂടുതൽ ശക്തമാക്കുന്നു. കേരള സർക്കാരിന്റെ ഭരണരീതിയും ധനകാര്യ നടത്തിപ്പും സംബന്ധിച്ച് ഇതുവരെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ED നോട്ടീസ് എന്നതൊരു വ്യത്യസ്ത തലത്തിലാണ്. ഒരു മുഖ്യമന്ത്രി നേരിട്ട് അന്വേഷണത്തിന്റെ പരിധിയിലാകുന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വവും ധനകാര്യ വിനിയോഗത്തിലെ കൃത്യതയും എത്രത്തോളം തരം താണിരിക്കുന്നു എന്നത് തെളിയിക്കുന്നു. പൊതുധനം കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുതാര്യതയും ഉത്തരവാദിത്വ ബോധവും. എന്നാൽ കിഫ്ബി വിഷയത്തിൽ ഇത് രണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. മസാല ബോണ്ട് വിവാദം കേവലം ഒരു സാമ്പത്തിക വിഷയമല്ല. ഭരണപരമായ വീഴ്ച, നിയമപരമായ അവഗണന, പൊതുധനത്തിൽ കൈകടത്തൽ ഇവയെല്ലാം കൂടി ഉയർത്തുന്ന ഒരു സമഗ്ര പ്രശ്നമാണിത്. ED അന്വേഷണം മുന്നോട്ട് പോകുന്നതിനാൽ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ അതിനു മുൻപ് തന്നെ ഈ സംഭവത്തിൽ നിന്ന് ഭാരവാഹികളും ഭരണകൂടവും പഠിക്കേണ്ട വലിയ പാഠമുണ്ട്. പൊതുധനം കേവലം ഭരണാധികാരികളുടെ ആഗ്രഹാനുസരണം എടുത്ത് വിനിയോഗിക്കാവുന്ന വസ്തുവല്ല. ഓരോ രൂപയും ജനങ്ങളുടെ ഹിതത്തിന് വിനിയോഗിക്കപ്പെടണമെന്ന് ഭരണഘടനയും നിയമവും ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ നിന്നും വ്യതിചലിക്കുന്ന ആരെയും ചോദ്യം ചെയ്യുക ജനാധിപത്യത്തിന്റെയും ജനങ്ങളുടെ വിശ്വാസത്തിന്റെയും അടിസ്ഥാന ആവശ്യമാണല്ലെങ്കിൽ അവകാശമാണ്. അതിനെ മുഖ്യനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വയം വിശുദ്ധപ്പട്ടം എടുത്തണിഞ്ഞ് ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ല. വിചാരണ നേരിട്ട് സത്യം തെളിയിക്കപ്പെടുക തന്നെ വേണം.